Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗീവുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C3യുടെ Pubg ഗെയിമിംഗ് റിവ്യൂ ആണ്. നമുക്ക് Pubg ഒക്കെ എത്രത്തോളം ഗ്രാഫിക്സ് റേറ്റിൽ കളിക്കാൻ പറ്റും, എത്ര ഫ്രെയിം റേറ്റിൽ കളിക്കാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓൾമോസ്റ്റ് നല്ലൊരു ഫോണാണെന്നാണ് നമുക്ക് ഇതുവരെ നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് എല്ലാവരും കാത്തിരിക്കുന്നത് PUBG പോലുള്ള ഗെയിമിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഈ ഫോണിൽ കാണേണ്ടത്. അപ്പോൾ നമുക്ക് PUBG ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോവാം. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 45%, ടെമ്പറേച്ചർ 26 ഡിഗ്രി ആണ്. നമുക്ക് Realme C3യിൽ PUBG HD ഗ്രാഫിക്സ് ഹൈ ഫ്രെയിം റേറ്റിൽ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ഡിഫോൾട്ട് സെറ്റിങ്സ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫോൾട്ട് സെറ്റിങ്സിൽ എത്ര ഭംഗിയായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നോക്കാം. 7000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു ഫോണാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും ഒരു ഹൈ ഗ്രാഫിക്സ് ലെവലും ഹൈ ഫ്രെയിം റേറ്റിലൊക്കെ കളിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് അത് കളിച്ച് നോക്കിയിട്ട് തന്നെ കാണാം. നമുക്ക് ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് തീർച്ചയായിട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അത് ഇത്തരം ഒരു ഹൈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കളിക്കുന്നതുകൊണ്ടാണെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു ഫോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഒരു ഹൈ ഫ്രെയിം റേറ്റും അതുപോലെ തന്നെ HD ഗ്രാഫിക്സ് ലെവലിലും കളിക്കാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ് ഫോണുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആവാനാണ് ഇത് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം തീർച്ചയായിട്ടും അത്തരം ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സുകൾ നമുക്ക് വരാനുള്ള കാരണം തീർച്ചയായും അത് തന്നെയാണ്. വേറെ ഇഷ്യൂസൊന്നും നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഒരു നോർമൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായും Realme C3യിൽ PUBG കളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ PUBG കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഗെയിമിംഗ് ഫോണാണ് Realme C3 എന്ന് പറയുന്നത്. ഗെയിം കളിക്കുമ്പോൾ ഒരു ഓവർ ഹീറ്റിംഗ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു നോർമൽ ഹീറ്റിംഗ് തന്നെയാണ് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് PUBG കളിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയും താഴെ, അതായത് HD ഗ്രാഫിക്സ് റേറ്റും ഹൈ ഫ്രെയിം റേറ്റും എന്നുള്ള ഓപ്ഷൻ, അതായത് ഡിഫോൾട്ട് സെറ്റിങ്സ് ആണ്, അതിൽ നിന്ന് താഴോട്ട് ഒരു സെറ്റിങ്സ് ഇട്ട് നമ്മൾ കളിക്കുകയാണെങ്കിൽ കുറേയും കൂടി നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇപ്പോൾ ഒരു 7000 രൂപ ബഡ്ജറ്റിൽ ഒരു സംശയമില്ല കണ്ണടച്ചെടുക്കാൻ പറ്റിയ ഒരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ് Realme C3. കാരണം ഇത്രയും നല്ലൊരു ഗെയിമിംഗ് ഫോൺ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് Redmi 8 ആണെങ്കിലും Infinix S5 Lite ആണെങ്കിലും അതുപോലെ തന്നെ Vivo U10, Samsung M10s എന്ന ഫോണുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് Realme C3യിൽ നല്ല രീതിയിൽ PUBG കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് Realme C3യിൽ കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും S4 ആണെങ്കിലും PES 2020 ആണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടിയോടെ തന്നെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് Realme C3യിൽ. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
നമ്മൾ ആ കുറച്ച് നേരം ഗെയിം കളിച്ചു, നമ്മൾ പബ്ജി കുറച്ച് നേരം കളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് 41% ആണ്, ടെമ്പറേച്ചർ 37 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ഇതേ സെഗ്മെൻറ്റിലുള്ള മറ്റു ഫോണുകളിലാണെങ്കിലും, അതായത് കൂടിയ സെഗ്മെൻറ്റിലാണെങ്കിലും നമുക്ക് നല്ലൊരു ഹീറ്റിംഗ് ഇഷ്യൂ പല ഫോണുകളിലും കണ്ടിരുന്നു. അതായത് ഇഷ്യൂ എന്നല്ല, എന്നാലും ഇതിനേക്കാളും കൂടുതൽ ഹീറ്റിംഗ് നമ്മൾ പല ഫോണുകളിലും കണ്ടിരുന്നു. അതായത് 39 to 44 വരെ നമ്മൾ പല ഫോണുകളിലും നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഫോൺ ചൂടാവുന്നത് കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മാക്സിമം 37 വരെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതും റിയൽമി C3യുടെ ഒരു പോസിറ്റീവ് തന്നെയാണ്.